ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു പേഴ്സൺ ആരും ആയിക്കോട്ടെ, അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഒരു ലവറിനെ കാണുന്ന പോലെയാണോ കാണുന്നത്, ഒരു പാർട്ട്ണർ ആക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അതൊരു ഫ്രണ്ട് ആണോ, അല്ലെങ്കിൽ ഒരു ഫ്ലർട്ടിങ്, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ, എങ്ങനെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർ ഏത് രീതിയിലാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായി റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം. ആ ഒരു വ്യക്തി നിങ്ങളെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു ഫ്രണ്ടായിട്ടാണോ അവർ നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ലൈഫ് ലോങ് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണോ, ഒരു സോൾമേറ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ്, ഒരു ഫ്ലർട്ടിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എന്നും കൂടെ ഉണ്ടാകണം എന്ന രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ടാണോ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 കാർഡ്സ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കാർഡ് നമുക്ക് നൺ ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ് ഇവിടെ കിട്ടുന്നത്. സെക്കൻഡ് കാർഡ് 6 ഓഫ് വാൻസ് ആണ്. തേർഡ് കാർഡ് കിങ് ഓഫ് സോർഡ്സ്, Nine of Cups, Queen of Wands, Three of Pentacles, Ten of Wands, Page of Pentacles, the High Priestess card, Death card, King of Pentacles, Queen of Swords. ഈ മാസ്റ്റർ കാർഡും കൂടി നമുക്ക് നോക്കാം. മാസ്റ്റർ കാർഡ് 5 ഓഫ് വാൻസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പം ഇതിനോടകം തന്നെ നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ മുഖം നിങ്ങൾ മനസ്സിലോർത്തിട്ടായിരിക്കാം ഈ ഒരു റീഡിങ് കണ്ടിട്ടുണ്ടാവും. അപ്പം അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ലവറായിട്ടാണോ, നല്ലൊരു സുഹൃത്തായിട്ടാണോ, അല്ലെങ്കിൽ വെറും ഒരു അട്രാക്ഷൻ മാത്രമാണോ, ഒരു ഫ്ലർട്ടിങ്ങോ ആ ഒരു രീതിയിൽ മാത്രമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ഓവറോൾ എനർജി നമുക്ക് ഫസ്റ്റ് ഒന്ന് ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ, ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നത് ഒരു സാധാരണമായിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ എനർജി ആ രീതിയിലല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് അവർ വളരെ കരുതലോടും സൂക്ഷ്മതയോടും നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഈ കാർഡ് തരുന്നത്. അവർക്ക് നിങ്ങളോട് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അതിന് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കെയർ, സ്നേഹമൊക്കെ തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് അവരുടെ മുന്നിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അതൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം സ്നേഹവും കരുതലും ഒക്കെ നിങ്ങളോടുണ്ട്. ഒരു പക്ഷെ അവര് മുൻകാലത്ത് ഒത്തിരിയധികം നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും മനസ്സ് തുറന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാനും ഇഷ്ടമില്ല, പക്ഷെ പൂർണ്ണമായിട്ട് അടുത്ത് വരാനായിട്ട് ധൈര്യവുമില്ല. അതാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സെക്കൻഡ് കാർഡ് നമ്മളോട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 6 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ് കിട്ടുന്നത്. 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പം ഈ ഒരു കാർഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ ഒരു പേഴ്സണ്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തയായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നൊരു ധാരണ നിങ്ങളെക്കുറിച്ചുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെ ചെന്നാലും ആളുകളുടെയൊക്കെ ശ്രദ്ധ നേടുന്ന ഒരാളായിട്ട് അവർ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഏറ്റവും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സംസാര രീതിയാണ്.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ, ആത്മവിശ്വാസം, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ വ്യക്തിത്വവും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്തുന്ന കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളാണ്. നിങ്ങളുടെ ആ ഒരു സംസാര രീതി, കോൺഫിഡൻസ്, നിങ്ങളുടെ വ്യക്തിത്വം. ഈ 3 കാര്യങ്ങളാണ് അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് അഭിമാനത്തോടെ മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരാളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായത് ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും ഏതൊരു രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിലവിലെ റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിലും ഏതൊരു സിറ്റുവേഷനിലും, അതായത് ഇപ്പോൾ ഒരു ശത്രുക്കളുടെ ഇടയിലാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ, ഫാമിലിയുടെ ഇടയിലാണെങ്കിൽ, ഏതൊരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഏതൊരു സിറ്റുവേഷനിലും അവിടെ നിങ്ങളെ അഭിമാനത്തോടെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരാളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ആ ഒരു കാര്യത്തിലൊക്കെ സോൾവ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാനേജ് ചെയ്ത് സംസാരിക്കാനും നിൽക്കാനും ഒക്കെ കഴിയുന്ന ഒരു പേഴ്സൺ ആയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കിങ് ഓഫ് സോഴ്സിന്റെ ഒരു എനർജിയാണ് പിന്നീട് നമുക്ക് കിട്ടുന്നത്. ഈ വ്യക്തി അവരുടെ ഫീലിങ്സുകൾ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത്. പുറത്തുനിന്ന് വളരെ ഒരു കൂളായിട്ട് തോന്നും. ഇവർക്ക് യാതൊരു സ്നേഹവും കാര്യങ്ങളും ഒന്നുമില്ല, അവരവരുടെ കാര്യം നോക്കി പോകുന്നു. ഇനി എന്ത് ലൈഫിൽ നടന്നാലും അത് അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യവുമല്ല, അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് അവരങ്ങനെ പോകുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഉള്ളിൽ ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ അവരൊത്തിരി റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ തീരുമാനങ്ങളെയും ബുദ്ധിയെയും അവർ വളരെയധികം വിലമതിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളൊരു വെറും ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു സുന്ദരനോ സുന്ദരിയോ മാത്രമല്ല, ജീവിതത്തിൽ ശക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ ഒരു വലിയ പാർട്ടിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കൂടെ ഉണ്ടാകേണ്ട ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരാളായിട്ട് അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 9 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് വരുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സത്യമായിട്ട് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ശരിക്കും ഒരു ആഗ്രഹം പോലെയാണ്. അവർ പലപ്പോഴും ചിന്തിക്കും, ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ, അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എത്ര മനോഹരമായിരുന്നേനെ, നല്ല രസമായിരുന്നു, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പോസിറ്റീവ് വൈബിലൂടെ എനിക്കും നല്ല വൈബായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു, ഞങ്ങളൊരു മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വൈബിന് പറ്റിയ ഒരാളാണ് എന്നൊക്കെ രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളോടൊപ്പം അങ്ങനെ ചിലവഴിക്കാൻ പറ്റുന്ന സമയങ്ങൾ ഓർത്ത് ആ ഡ്രീം ചെയ്യുന്നുണ്ട് അവർ. അപ്പം ഇത് വളരെ ഒരു പോസിറ്റീവായ റൊമാൻറ്റിക് ആയ ഒരു എനർജി തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് പറയുന്നത് അവർക്ക് നിങ്ങളോട് ശക്തമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല്, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സംസാര രീതി, ആ ഒരു സ്റ്റൈല് എല്ലാം അവർക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 10 പേര് നിൽക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ എല്ലാവരുടെയും ഒരു ശ്രദ്ധ സ്വാഭാവികമായിട്ട് നിങ്ങളിലേക്ക് പോകും. അത് നിങ്ങളുടെ ആ ഒരു പുറമേയുള്ള ആ ഒരു സൗന്ദര്യം കൊണ്ടോ അങ്ങനെയല്ല, നിങ്ങളുടെ ഇടപെടൽ, സംസാരം, ആ ഒരു കോൺഫിഡൻസ്, അതൊക്കെ കാണുമ്പോൾ വ്യക്തികളുടെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, 3 ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നെ വന്നിട്ടുള്ള ഒരു കാർഡ്. ഇവിടെ ഒരു പ്രത്യേക സന്ദേശം നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അവര് നിങ്ങളുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഒരു ഫ്രണ്ടായിട്ട് ഒക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ വിശ്വസിക്കുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് ആദ്യം നല്ലൊരു സൗഹൃദത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആദ്യം നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒരു ഫ്രണ്ടായിട്ട് കുറെ നാൾ കൂടെ ഉണ്ടാകാം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദെൻ 10 ഓഫ് വാൻസ് ആണ് പിന്നെ വന്നിട്ടുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് നിങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനുള്ള ഒരു അവസരങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒത്തിരി ജോലിയുടേതായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളുണ്ട്, കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദം, സാമ്പത്തിക സമ്മർദ്ദം, ഇതൊക്കെയാണ് അവരുടെ മനസ്സും മുഴുവൻ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല, അവർക്ക് കുറെ താമസമുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് പേജ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും
ഈ ഒരു കാർഡ് വളരെ മനോഹരമായ ഒരു തുടക്കത്തെയാണ് കാണിക്കുന്നത്, ഒരു സ്റ്റാർട്ടിങ്. അവർ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയോ സംസാരം തുടങ്ങുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അടുത്ത് വരികയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു എനർജിയാണിത്. അവർ പെട്ടെന്ന് വലിയൊരു പ്രണയം അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് ആയിട്ട് വന്നിട്ട് വലിയൊരു പ്രണയ പ്രകടനം ഒന്നും നടത്തില്ല. പതുക്കെ പതുക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് വന്നതിന് ശേഷം സ്ഥിരതയോടെ നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയൊരു മെസ്സേജിലൂടെയോ ഒരു സംസാരത്തിലൂടെയോ ഒക്കെ നിങ്ങളിലേക്ക് അടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഹൈ പ്രൈസസ് കാർഡാണ് പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ്. ഇവിടെയാണ് ശരിക്കും ഈ റീഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അവർ പറയാത്ത അവരുടേതായ കുറേയേറെ ഫീലിങ്സുകളുണ്ട്. ആ ഒരു ഫീലിങ്സുകൾ പറയാത്ത കുറേ ഫീലിങ്സുകൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. പുറത്ത് കാണിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് മറ്റൊന്നാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നു. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ എല്ലാവരോടും പറയാനായിട്ട് അവർക്ക് താല്പര്യമില്ല. നിങ്ങളോട് മാത്രമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് കാർഡ് നമുക്ക് ഡെത്ത് കാർഡാണ് വരുന്നത്. ഈ ഒരു കാർഡ്, ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. അതായത് പാസ്റ്റില് നിങ്ങളെ ഫ്രണ്ടായി മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോഴത് കുറച്ചൊക്കെ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ആയി മാറുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതിന് മുൻപ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് പോകുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് സ്വന്തം മനസ്സ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതായത് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ എന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. ഈ കാർഡ് വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എനർജിയാണ്. അപ്പൊ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു അട്രാക്ഷന്റെ പുറത്ത് മാത്രം വന്നിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ആളല്ല എന്നുള്ളതാണ്. അവര് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ദീർഘകാലം കൂടി ഉണ്ടാകേണ്ട ഒരു ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളോടൊപ്പം ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ അവർ ശരിക്കും ഒരു ഫ്യൂച്ചറിലെ ഒരു പാർട്ട്ണർ മെറ്റീരിയൽ ആയിട്ട് കാണാനായിട്ടുള്ള സാധ്യതയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇവർ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ചെറിയ പേടിയുണ്ട്. നിങ്ങൾ വളരെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, വളരെ സ്മാർട്ടാണ്, വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ് എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അപ്പൊ നിങ്ങൾ ആരെയും എളുപ്പത്തിൽ ജീവിതത്തിലേക്ക് സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഓരോ വാക്കും വളരെ ആലോചിച്ചാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 5 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് ചെറിയൊരു മത്സരം അല്ലെങ്കിൽ ചെറിയൊരു അസൂയയാണ് കാണിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം, അല്ലെങ്കിൽ ഇവർ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ഒരു സംശയം പോലും അവർക്കുണ്ട് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനാൽ ചെറിയൊരു പൊസസീവ്നെസ് ഒക്കെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡുകൾ മുഴുവൻ ചേർത്ത് നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളെ വെറും ഒരു ഫ്രണ്ടായി മാത്രം കാണുന്നില്ല എന്നുള്ളതാണ്. വെറും ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഒന്നും നമ്മളിവിടെ കാണുന്നില്ല. ഇവിടെ ഏറ്റവും ശക്തമായിട്ട് കാണുന്നത് റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റ് കാണുന്നത്. പിന്നെ ഒരു ഡീപ്പായിട്ടുള്ള നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് ഒത്തിരി ഫിസിക്കലായിട്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. ലോങ് ടൈം ആയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ്. പക്ഷെ ഫീലിങ്സുകൾ തുറന്നു പറയാനായിട്ട് അവർക്ക് മടിയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അവര് നിങ്ങളെ ജീവിതത്തിൽ വളരെ വിലയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നു. അപ്പൊ പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സമയം ശരിയാകുമ്പോൾ കൂടുതൽ അടുത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു സ്പ്രെഡ് നമുക്ക് നൽകുന്നത്. അപ്പം ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളെ പറ്റിക്കാനായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കാർഡുകൾ നമ്മളോട് പറയുന്നത് മനോഹരമായ കാര്യങ്ങൾ തന്നെയാണ്. ചില ബന്ധങ്ങൾ വാക്കുകളിൽ തുടങ്ങില്ല, ചില നോട്ടങ്ങളിൽ തുടങ്ങും, ചില പ്രണയങ്ങൾ തുറന്നു പറയപ്പെടില്ല. പക്ഷെ ഓരോ നിശബ്ദതയിലും അത് അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി നിങ്ങളെ വെറും ഒരു പരിചയക്കാരനായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിന്റെ ഏറ്റവും പ്രധാന സന്ദേശം. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വളരെ അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്. അതിലും പ്രധാനമായിട്ട് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്തിന്
അർഹനായോ അർഹയായോ അവർ കാണുന്നുണ്ട്. എന്നാൽ എല്ലാ ഫീലിങ്സുകളും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഒരു അതായത് നമ്മളിപ്പോൾ ഒരു വിത്തൊക്കെ നട്ട ഉടനെ അതിന് ഒരു പെട്ടെന്ന് തന്നെ അത് വളർന്ന ഒരു വൃക്ഷമൊന്നും ആകില്ല. അതിന് കുറച്ച് ക്ഷമയും സമയവും പരിചരണവും ഒക്കെ ആവശ്യമാണ്. അതുപോലെ ചില ബന്ധങ്ങളും പതുക്കെ പതുക്കെ വളരാനാണ് അതിൻ്റെ ഒരു ഫേറ്റ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വളർന്നു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങളുടെ മൂല്യം ഒരിക്കലും മറ്റൊരാളുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ യോഗ്യരാണ്, ബഹുമാനിക്കപ്പെടാൻ അർഹരാണ്. ശരിയായ സമയത്ത് ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തേണ്ടതാണെങ്കിൽ അവർ തീർച്ചയായിട്ടും എത്തും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, പ്രതീക്ഷ കൈവിടരുത്, നിങ്ങളുടെ പ്രകാശം ഒരിക്കലും കുറയ്ക്കരുത്. ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വൈകിയേക്കാം, പക്ഷെ അത് നൽകേണ്ടത് നൽകാതിരിക്കില്ല. ഒരിക്കലും അത് യൂണിവേഴ്സ് മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ സ്വീകരിക്കും. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിലും അതും കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് റീഡിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.